നാറ്റോ വേഴ്സസ് നാറ്റോ. അതെന്താ അങ്ങനെ? നാറ്റോ വേഴ്സസ് നാറ്റോ എന്ന പ്രശ്നം എങ്ങനെയാണ് വരിക? നാറ്റോ വേഴ്സസ് റഷ്യ എന്ന് പറഞ്ഞാൽ അത് ശരി. അല്ലെങ്കിൽ നാറ്റോ വേഴ്സസ് ചൈന എന്ന് പറയുകയാണെങ്കിൽ അതും നമുക്ക് അംഗീകരിക്കാനാകും. നാറ്റോ വേഴ്സസ് നാറ്റോ അതെങ്ങനെ ശരിയാകും? അല്ലെങ്കിൽ പെട്ടെന്ന് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു? ഈ ചോദ്യം എല്ലാവർക്കും വന്നിട്ടുണ്ടാകും. ഇതിന് പ്രധാനമായി നമ്മൾ എടുക്കാൻ പോകുന്ന രണ്ട് രാജ്യം തുർക്കിയും അമേരിക്കയുമാണ്. കാരണം ഈ രണ്ട് രാജ്യങ്ങൾക്കും ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. തുർക്കിയെ സംബന്ധിച്ചിടത്തോളം വ്യക്തമായി പറഞ്ഞാൽ ജിയോ പൊളിറ്റിക്സിൽ, പ്രധാനമായും യൂറോപ്യൻ ഭൂഖണ്ഡത്തിലും ഏഷ്യൻ ഭൂഖണ്ഡത്തിൽ നടക്കുന്ന ജിയോ പൊളിറ്റിക്കൽ സംഘർഷത്തിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിക്കുന്ന രാജ്യമാണ്. എല്ലാ വശത്തുമുണ്ടാകുന്ന പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏത് വശത്ത് എന്ത് സംഭവിച്ചാലും അതുവഴി നേട്ടം കൈവരിക്കുന്ന ഒരേയൊരു രാജ്യം തുർക്കി മാത്രമാണ്. ആ തുർക്കിയും ലോകത്തിലെ മോസ്റ്റ് പവർഫുൾ സൈന്യമുള്ള അമേരിക്കയും സിറിയയിൽ വെച്ച് ഇപ്പൊ നേരിട്ട് ഒരു സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. ഇതുകൂടാതെ റഷ്യ ഉക്രൈൻ സംബന്ധിക്കുന്ന ചില വാർത്തകൾ, ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. റഷ്യ ഉക്രൈൻ യുദ്ധത്തെക്കുറിച്ച് ആദ്യം സംസാരിക്കാം. അതിനുശേഷം നാറ്റോ വേഴ്സസ് നാറ്റോ എന്ന പ്രശ്നത്തിലേക്ക് വരാം. റഷ്യയെ സംബന്ധിച്ച് ഇന്നലെ ഉക്രൈനിൽ 90-ലധികം ഡ്രോൺസ് അവർ അയച്ചു. റെഗുലറായി നോക്കിയാൽ ദിവസവും ഇങ്ങനെയുള്ള സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഒരു ദിവസം പെട്ടെന്ന് 140 ഡ്രോൺ അകത്തേക്ക് പോകും, മറ്റൊരു ദിവസം 80 ഡ്രോണുകൾ പോകുന്നു. ഇന്നലെ 90 ഡ്രോണുകൾ. ഇങ്ങനെ ഉക്രൈന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ, അവശേഷിക്കുന്ന യൂണിറ്റ്സിനെ പോലും റഷ്യ ഇപ്പോൾ ഡ്രൈൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. എപ്പോഴെല്ലാമാണോ ഉക്രൈനെതിരെ ഇങ്ങനൊരു ഡ്രോൺ ആക്രമണം നടത്തുന്നത് അല്ലെങ്കിൽ ക്രൂയിസ് മിസൈൽ ആക്രമണം നടത്തുന്നത്, അപ്പോഴെല്ലാം 100% അതിനെ ഇന്റർസെപ്റ്റ് ചെയ്തു എന്നുള്ള ക്ലെയിം ആയിരിക്കും ഉക്രൈൻ നടത്തുന്നത്. അതേസമയം ഇമ്പാക്റ്റും അവിടെ സംഭവിക്കുന്നുണ്ട്. ഉക്രൈൻ ഇപ്പോൾ അടുത്തിടെ പറഞ്ഞത് ഈ 90 ഡ്രോണുകൾ അകത്തേക്ക് പോയല്ലോ, അതിൽ 60 ഡ്രോൺസിനെ അവരുടെ ആന്റി ഡ്രോൺ സംവിധാനം ഡൗൺ ചെയ്തിട്ടുണ്ട്, അതായത് വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 25 ഡ്രോണുകളെ ഡൗൺ ചെയ്തു എന്നും പറയുന്നു. അതായത് 60-ലധികം ഡ്രോൺസിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. 20-ലധികം ഡ്രോൺസിനെ ഇലക്ട്രോണിക് ജാമിംഗ് സിസ്റ്റം വഴി ദിശ മാറ്റി വിട്ടുവെന്ന് സെലൻസ്കിയുടെ ഔദ്യോഗികമായ പ്രസ്താവനയിൽ പറഞ്ഞു. പക്ഷെ ഇവിടെ പല വൈരുദ്ധ്യം സംഭവിക്കുന്നുണ്ട്. ഡൊണറ്റ്സ് റീജിയണിലും ഡോൺബോസിനും നിപ്രോയ്ക്കും ഇടയിലുള്ള ഒരു പ്രവിശ്യയിലും 14 സ്ഥലങ്ങളിൽ സ്ഫോടനം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തീർച്ചയായും അത് താഴെ വീണ അവശിഷ്ടങ്ങൾ കാരണം ഉണ്ടായതല്ല. ഡ്രോൺസ് അവിടെ തീർച്ചയായും ഒരു ആഘാതം സൃഷ്ടിച്ചിട്ടുണ്ട്. മറ്റൊരു ഭാഗത്ത് സെലൻസ്കിയുടെ ഓഫീസിൽ നിന്ന് വന്ന റിപ്പോർട്ട്, ഡൊണാൾഡ് ട്രംപിനെ കൊണ്ട് മാത്രമേ ഈ യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കൂ. റഷ്യയുടെ രക്തരൂക്ഷിതമായ ആക്രമണം അവസാനിപ്പിക്കണം എന്നുണ്ടെങ്കിൽ അത് ട്രംപിനെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ. ഉക്രൈനിൽ എങ്ങനെയെങ്കിലും സമാധാനം കൊണ്ടുവരണമെന്നുള്ള ഒരു റിക്വസ്റ്റ് കൊടുത്തു. ഇത് തന്നെയല്ലേ ഏറെ ദിവസമായി എല്ലാവരും പറയുന്നത്. സെലൻസ്കിയുടെ പ്രസ്താവനകൾ പല സമയങ്ങളിലും പല രീതിയിലാണ്. അദ്ദേഹത്തിന് ഈ പ്രസ്താവനയിലൊന്നും അത്ര അത്ഭുതം തോന്നുന്നില്ല. ഒരു രാജ്യത്തിന്റെ നേതാവ് ഒരു യുദ്ധ സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ആ രാജ്യത്തെ ജയിപ്പിക്കണം, അങ്ങനെ ജയിപ്പിക്കണം എന്നതിനു വേണ്ടി പല ഭാഗങ്ങളിൽ നിന്നും പിന്തുണ ലഭിക്കുന്ന രീതിയിൽ പല പ്രസ്താവനകൾ നടത്തുന്നുണ്ട്. എന്നാൽ ഉക്രൈനിലെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് അറിയണ്ടേ? അവരുടെ പക്കൽ മാൻ പവർ ഒന്നും തന്നെ ഇല്ല. മനുഷ്യശക്തി എന്നതിനപ്പുറം ഗവൺമെന്റിന് എതിരെയുള്ള ആളുകളുടെ എണ്ണം തന്നെ അവിടെ കൂടുന്നുണ്ട്. ഫോഴ്സ്ഡ് മൊബിലൈസേഷൻ, നിർബന്ധിച്ച് സൈന്യത്തിൽ ചേർക്കുന്ന സൈനികരുടെ എണ്ണം 2024-ൽ 39% അധികമായിട്ടുണ്ട്. അത് 2023-ൽ ഉള്ളതിനെക്കാട്ടിലും കൂടുതൽ ആളുകളെ നിർബന്ധിച്ചിങ്ങനെ കൊണ്ടുപോകുന്നത് കൊണ്ടാണ് അവസാനമായി 155th മെക്കാനിസ്റ്റ് ബ്രിഗേഡിലെ 1700ഓളം പേർ അവിടെ ഓടിപ്പോയി. അതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഉക്രൈൻ സർക്കാരിൽ ജനങ്ങൾക്കുള്ള വിശ്വാസം എന്നത് പതിയെ പതിയെ കുറഞ്ഞു വരികയാണ്. ഇവിടെ മറ്റൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ 155th മെക്കാനിസ്റ്റ് ബ്രിഗേഡിലെ സൈനികർ അവിടെ നിന്നും പോയി എന്ന് പറഞ്ഞു. പക്ഷെ പലരും പറയുന്നത് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടേ ഇല്ല, വില കുറച്ച് കാണിക്കണം എന്നതിന് വേണ്ടി ഇങ്ങനെയൊക്കെ പറയുന്നതാണ് എന്ന്. പക്ഷെ അങ്ങനെയല്ല. ഇത് നിങ്ങൾ നോക്കുക, ഇത് ഫോക്സിൽ വന്ന ആർട്ടിക്കിൾ ആണ്. നവംബർ മാസത്തിൽ ഫോക്സിൽ വന്ന ഒരു ആർട്ടിക്കിൾ. അതിൽ അവർ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്, 155th മെക്കാനിസ്റ്റ് ബ്രിഗേഡ് എന്നത് വളരെ പെർഫെക്റ്റ് ആണ്. ഇങ്ങനെ ഒരു യുദ്ധത്തിൽ ഇങ്ങനെ ഒരു സംവിധാനത്തെ കൊണ്ട് മാത്രമേ ഉക്രൈനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇവർ തീർച്ചയായും ഉയരങ്ങളിലെത്തും. ഇത് റഷ്യയെ കൊണ്ട് വീഴ്ത്താനേ സാധിക്കില്ല. ഈ ബ്രിഗേഡിലുള്ള സൈനികർ എല്ലാവരും വളരെ ഒരുമയോടിരിക്കുകയാണ് എന്ന ആർട്ടിക്കിൾ വന്നു. എന്നാൽ അതേ മാധ്യമത്തിൽ 2 ദിവസത്തിന് മുൻപ് ഈ പ്രശ്നങ്ങൾ നടന്ന സമയത്ത് വന്ന ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞിരിക്കുന്നത്, ഏതൊക്കെ സ്ഥലങ്ങളിലാണ് പ്രശ്നം വന്നത്, ഏതൊക്കെ സമയങ്ങളിൽ എത്ര സൈനികരെ അവിടെ കാണാതായി, ഫ്രാൻസിൽ ഉള്ളപ്പോ തന്നെ അവർക്കിടയിൽ എങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായി എന്നുള്ളതെല്ലാം ആ ആർട്ടിക്കിളിൽ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ പ്രശ്നങ്ങൾ സംഭവിക്കുന്നു എന്നുള്ളത് അവർക്ക് ഇതിനകം നേരത്തെ തന്നെ അറിയാം. പക്ഷേ ഏറെ ദിവസം അതിനെ മറച്ചുവെക്കാനാകില്ല. ഇതൊന്നും നടന്നിട്ടില്ല
എന്ന രീതിയിൽ ഏറെക്കാലം അവരെ കൊണ്ട് കാണിക്കാനും സാധിക്കില്ല. അതാണിപ്പോ സംഭവിച്ചിരിക്കുന്നത്. അടുത്ത് നാറ്റോ വേഴ്സസ് നാറ്റോ എന്ന പ്രശ്നത്തിലേക്ക് വരാം. സിറിയയിൽ വെച്ച് ഒരു വലിയ സംഘർഷം ആരംഭിച്ചിട്ടുണ്ട്. ടൗൺ ഓഫ് അലപ്പോ മസ്ജിദ് പട്ടണത്തെ ചുറ്റി സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസിനും SNA എന്ന് പറയുന്ന സിറിയൻ നാഷണൽ ആർമിക്കും ഇടയിൽ ഒരു സീസ് ഫയർ ഉണ്ടായല്ലോ. അതിനെ തുർക്കി ബാക്ഡ് മിലിറ്റന്റ് ഗ്രൂപ്പ്സ് അവിടെ വയലേറ്റ് ചെയ്തതായി SDF അവരുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുകയാണ്. പറഞ്ഞത് മാത്രമല്ല, ജനുവരി 1-ാം തീയതി ഒരു ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്താനുള്ള ശ്രമങ്ങൾ നടത്തുകയും 2-ാം തീയതി തുർക്കിയുടെ ബൈറത്ത ഡ്രോണിനെ സിറിയൻ ഡെമോക്രാറ്റിക് ഫോഴ്സസ് ന്യൂട്രലൈസ് ചെയ്തിട്ടുണ്ട്. അതിനെ ന്യൂട്രലൈസ് ചെയ്ത ഫോട്ടോസും അവർ പുറത്തുവിട്ടു. കൂടാതെ ആ വീഡിയോ ഓൺലൈനിലും അവൈലബിൾ ആണ്. അതിന്റെ കൂടെ തന്നെ അത് താഴെ വീണതിന് ശേഷമുള്ള അതിന്റെ സ്പെയർ പാർട്സ് അതും ഒരു കംപ്ലീറ്റ് ഇമേജായി പുറത്തുവിടുകയും ആരെല്ലാം ഞങ്ങൾക്കെതിരെ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നുവോ അത് ആരായിരുന്നാലും ഞങ്ങൾക്ക് യാതൊരു പ്രശ്നവും ഇല്ല, ഇവയ്ക്കെല്ലാം ഞങ്ങളെ കൊണ്ട് ഉത്തരം നൽകാൻ കഴിയും എന്ന് നേരിട്ട് തന്നെ അവർ ഒരു വെല്ലുവിളിയും നടത്തി. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് തോന്നുന്നത്? അമേരിക്കൻ ബർക്ക്ഡ് ഫോഴ്സസ് വേഴ്സസ് തുർക്കി ആൻഡ് തുർക്കി അലൈഡ് ഗ്രൂപ്പ്സ്. അമേരിക്കയുടെ പിന്തുണ ലഭിക്കുന്ന സൈനികർക്കും അമേരിക്കയുടെ നാറ്റോയിലുള്ള ഒരു രാജ്യമായ തുർക്കിക്കും തുർക്കിയുടെ പിന്തുണ സേനയ്ക്കും ഇടയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ അധികമായിക്കൊണ്ടിരിക്കുന്നു. ഇനി അമേരിക്ക ഒരുപടി മുകളിൽ പോയി ചെയ്തത് ഈ മജ്ലിദ് പ്രദേശം, അവിടെ നിന്ന് കൃത്യമായി പറഞ്ഞാൽ 80 കിലോമീറ്റർ കഴിഞ്ഞ് തുർക്കി സിറിയ അതിർത്തിയോട് ചേർന്ന് തമീഷ ആ ഒരു പ്രദേശങ്ങളിൽ ഇപ്പോൾ ഇവരുടെ പെർമനന്റ് സിറിയൻ ബേസ് സ്ഥാപിക്കാനുള്ള എല്ലാ ജോലികളും തുടങ്ങിയിട്ടുണ്ട്. ആദ്യം പറഞ്ഞത് അലപ്പോയെ ചുറ്റിയാണ് ഈ ഒരു ബേസ് വരാൻ പോകുന്നത് എന്ന്. അലപ്പോയിൽ ഇങ്ങനെ ഒരു ബേസ് വരുന്നതിലൂടെ മെഡിറ്ററേനിയൻ മേഖലയെ അമേരിക്ക വീണ്ടും ആക്സസ് ചെയ്യുന്നതിനും മുഴുവൻ ഇറാനെ കൗണ്ടർ ചെയ്യുന്നതിനും മിഡിൽ ഈസ്റ്റിൽ സംഭവിക്കുന്ന ജിയോപൊളിറ്റിക് സംഘർഷങ്ങളെ നിരീക്ഷിക്കുന്നതിനും വളരെ സൗകര്യമായിരിക്കും എന്ന് പറഞ്ഞു. എന്നാൽ ഈ ബേസ് കൃത്യമായി എവിടെ സ്ഥാപിക്കുമെന്നുള്ളത് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല. ഈ 2 സ്ഥലമാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്ന് അലപ്പോയും മറ്റൊന്ന് സിറിയ തുർക്കി ബോർഡറിലുള്ള ആ ഒരു പ്രദേശവും. ഇതിനാവശ്യമായ കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് എല്ലാം ഇപ്പോൾ അവിടേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. 100 കണക്കിന് ട്രക്സ്, റെഡിമെയ്ഡ് മെറ്റീരിയൽസ് ഇതെല്ലാം അവിടേക്ക് കൊണ്ടുപോകുന്നു. ഇതിനെല്ലാം അവിടെ സെറ്റ് ചെയ്ത് കൺസ്ട്രക്ഷൻ മുഴുവനായും അവസാനിക്കും. സാധാരണ ഇതെല്ലാം കൊണ്ടുവരുന്നത് നാവൽ ബേസ്, എയർ ബേസ്, പ്രധാനപ്പെട്ട ഘടനകൾ തയ്യാറാക്കുന്നതിന് മുൻപ് ഇതിനെല്ലാം ടെമ്പററിയായി അവിടെ സെറ്റ് ചെയ്യും. ഇത് ഓപ്പറേഷനായി വന്നതിന് ശേഷം പിന്നീടാണ് എക്സ്പാൻഡ് ചെയ്ത് പണിയുന്നത്. ആ എയർബേസിനെ വീണ്ടും നവീകരിക്കും. ഇതെല്ലാം ഒരു സെക്കൻഡറി പ്രോസസ്സിലാണ് സംഭവിക്കുക. ഇപ്പോ അമേരിക്ക ഒരു കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇവിടെ ISIS മിലിറ്റൻസിനെതിരെ ഒരു പ്രശ്നമുണ്ടാക്കാൻ വരുന്നു എന്ന രീതിയിലാണ് അമേരിക്ക അകത്തേക്ക് വന്നത്. എന്നാൽ അവിടെ തന്നെ എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലായി. അമേരിക്ക ഈ തീവ്രവാദികളെ എതിർത്ത് മാത്രം അല്ല അവിടെ പ്രശ്നം ചെയ്യാൻ വന്നത്. അമേരിക്ക മാത്രമല്ല, ഏതെങ്കിലും ഒരു രാജ്യം മറ്റു രാജ്യത്തെ സഹായിക്കാൻ പോകുന്നുവെന്നുണ്ടെങ്കിൽ അവിടെ ഈ സൗഹൃദം എന്നത് 0.1% പോലും കാണില്ല. ആ രാജ്യം കാരണം നമുക്ക് എന്ത് നേട്ടം ലഭിക്കും, അവർ കാരണം നമുക്ക് എന്ത് വരുമാനം പോകുന്നു എന്നുള്ളത് മാത്രമായിരിക്കും സഹായിക്കുന്ന രാജ്യത്തിന്റെ ഒരേ ഒരു ലക്ഷ്യം. റഷ്യ സിറിയയ്ക്ക് സപ്പോർട്ട് നൽകിയത് മെഡിറ്ററേനിയൻ സീ ഈസിയായി ആക്സസ് ചെയ്യുന്നതിന്, മിഡിൽ ഈസ്റ്റിനെ മോണിറ്റർ ചെയ്യുന്നതിനും സൗത്ത് ആഫ്രിക്കയ്ക്ക് ആവശ്യമായ സഹായം നൽകുന്നതിനും ആ എയർബേസ് അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ സിറിയൻ ഗവൺമെന്റ് ഫോഴ്സസിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന 12% എണ്ണക്കിണറുകൾ, ഓയിൽ ഫീൽഡ്സ്, ഇവയെല്ലാം റഷ്യൻ ബേസ്ഡ് കമ്പനീസിലായിരുന്നു ലീസിന് കൊടുത്തിരുന്നത്. ഇപ്പോ ഇത് മുഴുവനായും അവസാനിച്ചതിന് ശേഷം അമേരിക്ക അവിടെ കൈവയ്ക്കുകയാണെങ്കിൽ തീർച്ചയായും ഈ SNA തുർക്കി ബാക്ഡ് ഗ്രൂപ്പ്സ് അവർക്കും ഇവർക്കും ഇടയിൽ പല ഘട്ട പ്രശ്നങ്ങൾ അവിടെ ഉണ്ടാകും. അതിനായിട്ടുള്ള ഒരു ചെറിയ തുടക്കം മാത്രമാണ് ഈ ഡ്രോണിനെ ഇപ്പോൾ വെടിവെച്ച് വീഴ്ത്തിയിട്ടുള്ളത്. ഇതാണോ ആദ്യത്തെ തവണ എന്ന് ചോദിച്ചാൽ അല്ല. കാരണം ബൈറക്ത ഡ്രോണിനെ സംബന്ധിച്ച് ലോകത്തിൽ ഉള്ളതിൽ വച്ച് ഈ ഡ്രോൺ ടെക്നോളജിയിൽ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. എന്നാൽ അവയെല്ലാം ഓവർകം ചെയ്യുന്ന ഒരു ഡ്രോൺ ആണ് ഇതെന്ന് പറയാം. ഒരു ടാർഗറ്റഡ് സ്ട്രൈക്ക് അല്ലെങ്കിൽ വളരെ നേരം ആകാശത്തിൽ പറന്ന് 200 കിലോ വരെയും സ്ഫോടക വസ്തുക്കൾ ചുമന്നുകൊണ്ടുപോയി അറ്റാക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് നല്ലൊരു ചോയ്സ് ഇതാണ്. അതും ഡിസംബർ മാസത്തിൽ ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവമായി ചേർത്ത് 3 തവണ ഇതിനെ വെടിവെച്ച് വീഴ്ത്തിയിട്ടുണ്ട്. ഓരോ തവണയും തുർക്കിയിൽ നിന്ന് മുന്നറിയിപ്പ് വരുന്നു എന്നതല്ലാതെ അതിനപ്പുറം പുതുതായി അവർ ഒന്നും ചെയ്യുന്നില്ല. അമേരിക്കയുടെ F-16 വിമാനം പോലും കുറച്ചു ദിവസത്തിന് മുൻപ് സമാനമായ ഡ്രോണിനെ വെടിവെച്ച് വീഴ്ത്തി. അതിനവർ പറഞ്ഞ ഒരു സിമ്പിൾ റീസൺ എന്താണെന്ന് അറിയണ്ടേ? SDFനെ ആക്രമിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ ബേസസിനെ നോക്കി ഈ ഡ്രോണുകൾ വളരെ അടുത്തേക്ക് വന്നു. ഞങ്ങൾ നേരിട്ട് അവരിൽ ഒരു ആശയവിനിമയം നടത്താൻ ശ്രമിച്ചു. ഒരുപാട് മുന്നറിയിപ്പും നൽകി. പല തവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഇവർ ഇവരുടെ അപ്രോച്ച് ഞങ്ങളുടെ നേരെ കൊണ്ടുവന്നതുകൊണ്ട് മറ്റു മാർഗമില്ലാതെ വെടിവെച്ച് വീഴ്ത്തിയെന്ന് ഒരു മുന്നറിയിപ്പ് നൽകി. അപ്പോ ഇതെല്ലാം ഒരു ഘട്ടത്തിന് ശേഷം എന്തായിരിക്കും സംഭവിക്കുക? ഒരു ഘട്ടത്തിന് ശേഷം അവിടെ ഉണ്ടാകുന്ന ഈ പരസ്പര ഏറ്റുമുട്ടൽ ഇവരെ കൊണ്ട് ഒഴിവാക്കാനേ സാധിക്കില്ല. നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വയ്ക്കുക. സിറിയയിൽ പുതുതായി വന്നിരിക്കുന്ന പാർട്ടി ചുറ്റുമുള്ള പ്രദേശങ്ങളുടെ, അതായത് ഇസ്രായേലുമായി നോർമലൈസേഷൻ ആകണം, ഞങ്ങൾക്ക് ആരും ശത്രുക്കളല്ല,
ഞങ്ങളെ കൊണ്ട് ആരെയും ഇവിടെ ശത്രുക്കളായി കാണാൻ കഴിയില്ല, സിറിയയെ ഡെവലപ്പ് ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായമൊക്കെ പറഞ്ഞു. എന്നാൽ ഇവർക്ക് സപ്പോർട്ട് കൊടുക്കുന്ന തുർക്കിക്ക് ഈ SDF എപ്പോഴും ശത്രുക്കളാണ്. ഇവർക്ക് രണ്ടുപേർക്കും ഒരിക്കലും ഒരുമിച്ചാകാനേ കഴിയില്ല. അങ്ങനെയുള്ള സമയത്ത് തുർക്കി നേരിട്ട് SDFനെ ആക്രമിക്കും. SDFനെ വച്ചാണ് അമേരിക്ക സിറിയയ്ക്കുള്ളിൽ അവരുടെ ഫുട് പ്രിന്റ്സ് എല്ലാം പതിക്കുന്നത്. അവരെ വെച്ചാണ് അമേരിക്ക അവരുടെ രാഷ്ട്രീയം അവിടെ നടത്തുന്നത്. അപ്പോ അവരെ ആക്രമിക്കുമ്പോൾ നേരിട്ട് അമേരിക്ക അവർക്ക് ആയുധം നൽകി സഹായിക്കും. അങ്ങനെ ഈ രണ്ടുപേരുടെയും സംഘർഷം നടക്കാനുള്ള ഒരു ബാറ്റിൽ ഫീൽഡായി ഇപ്പോൾ സിറിയ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.